ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് പനച്ചിക്കാട്ട് പഞ്ചായത്ത് 9-ാം വാർഡിലെ പെരിഞ്ചേരി കുന്നുംപാറ വേലിഭാഗത്ത് നിർമ്മിച്ച അംഗൻവാടി കുഞ്ഞുങ്ങൾക്കായി സമർപ്പിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പള്ളം ബ്ലോക്ക് പഞ്ചായത്തും പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തും നൽകിയ ഫണ്ട് ഉപയോഗിച്ചാണ് അതിമനോഹരമായ അംഗൻവാടി യാഥാർത്ഥ്യമാക്കിയത്. ഡോക്ടർ ജോസഫ് മാത്യുവും കുടുംബവുമാണ് കുരുന്നുകളുടെ കളിചിരികൾ മുഴങ്ങുന്ന അംഗൻവാടിക്കായി സ്ഥലം വിട്ടു നൽകിയത്. വാർഡ് മെമ്പർ സുമാ മുകുന്ദനാണ് അംഗൻവാടിക്കായി ഏറ്റവും അധികം പ്രയത്നിച്ചത്. അംഗൻവാടിയുടെ ശിലാഫലകവും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അനാച്ഛാദനം ചെയ്തു. പനച്ചിക്കാട്ടെ ജനപ്രതിനിധികളുടെ രാഷ്ട്രീയം മറന്നുള്ള ഐക്യത്തിൻ്റെ ഫലമാണ് അംഗൻവാടി യാഥാർത്ഥ്യമാകുവാൻ കാരണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. നമ്മളുടെ 2 വിഭാഗം, ഒന്ന് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത്, 2 ബ്ലോക്ക് പഞ്ചായത്ത്. നേരത്തെ സുമ പറഞ്ഞതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 9 ലക്ഷം രൂപ അവിടെ നമ്മളുടെ പ്രിയപ്പെട്ട ലതാകുമാരി സലിമാൻ ഇവിടെ ഉണ്ട്. 9 ലക്ഷം രൂപ അവരനുവദിച്ചു. പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് 9 ലക്ഷം രൂപ. ഇതെല്ലാം കൃത്യതയോടുകൂടി നോക്കിക്കണ്ട് ചെയ്തിട്ടുള്ള നമ്മളെ പ്രിയപ്പെട്ട സുമ മുകുന്ദൻ. അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും കൂടെ കൂട്ടായ യത്നമാണ് നമുക്കിങ്ങനെ ഒരു വലിയ കെട്ടിടം ഇവിടെ ഉണ്ടാക്കാൻ ഇടയായത്. ഞാനതിൻ്റെ മറ്റ് പശ്ചാത്തലത്തിലേക്കൊന്നും കടക്കുന്നതേയില്ല. നമ്മളുടെ ഇന്നത്തെ സ്ഥിതിയിൽ നമ്മളെല്ലാവരും കൂടി കൂട്ടായി ശ്രമിച്ചു എങ്കിൽ മാത്രമേ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. അതിനൊരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഞാനൊരു നിയമസഭാ അംഗം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഒരിക്കലും വിഭിന്നമായി ആളുകളെ, ജനപ്രതിനിധികളെ കാണുന്ന സ്വഭാവമേ ഇല്ല. അവർക്കെല്ലാവർക്കും പ്രാപ്തമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അവരെ വേണ്ട വിധത്തിൽ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ചരിത്രപരമായ നമ്മുടെ കടമ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൽ പ്രോജക്റ്റുകൾ വന്നാൽ ആ പ്രോജക്റ്റുകളിൽ നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കും. അതോടൊപ്പം തന്നെ വാർഡുകളിൽ, ആ വാർഡിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്ത് വന്നാലും നമ്മുടെ പരിമിതിക്കകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി സഹായം ചെയ്തു കൊടുക്കും. 9-ാം വാർഡും അതിനകത്തുനിന്ന് ഒട്ടും വിഭിന്നമല്ല. നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ പോസിറ്റീവായി നോക്കുവാനും അവർക്കാവശ്യമായ രൂപത്തിൽ നമ്മുടെ പരിമിതിയിൽ നിന്ന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി സഹായം കൊടുക്കാനും എന്നും ശ്രമിച്ചിട്ടുണ്ട്. അത് ചെയ്യുകയും ചെയ്യും. ജനാധിപത്യത്തിൽ അതാണ് ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് വ്യക്തിഗതമല്ല, അത് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളാണ്. അവർക്ക് ആ ഗുണം ലഭിക്കണം. നമ്മളിലൂടെയാണ് ഗുണം വരുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ കണ്ണടച്ചിരിക്കുകയല്ല, നമ്മളതിന് വിഭിന്നമായ സമീപനമെടുക്കുകയല്ല. പരമാവധി ആളുകളെ സഹായിച്ചു കൊണ്ടുപോകാൻ കഴിയണം. അംഗൻവാടിക്ക് സ്ഥലം നൽകിയ ഡോക്ടർ ജോസഫ് മാത്യുവിൻ്റെ ഭാര്യ ഷേർലിയെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആദരിച്ചു. അംഗനവാടി അധ്യാപികയെ 3 പതിറ്റാണ്ട് പിന്നിട്ട മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായ ജയശ്രീ ടീച്ചറെ BJP കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ ആദരിച്ചു. വിവിധ മേഖലകളിൽ വിജയിച്ച പ്രതിഭകൾക്ക് ചടങ്ങിൽ അനുമോദനം നൽകി. വാർഡ് മെമ്പർ സുമാ മുകുന്ദൻ സ്വാഗതം ആശംസിച്ചു. പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനി മാമൻ ചടങ്ങിൽ അധ്യക്ഷയായി. അംഗങ്ങളായ ജയൻ കല്ലുങ്കൽ, എബിസൻ കെ എബ്രഹാം, പ്രസിദ്ധ C രാജു, ഡോക്ടർ ലിജി വിജയകുമാർ, NK കേശവൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോയി മാത്യു, പ്രിയ മധുസൂദൻ, ജീന ജേക്കബ്, മുൻ പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലതാകുമാരി സലിമോൻ, BJP പനച്ചിക്കാട് മണ്ഡലം പ്രസിഡന്റ് ജയകൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു. ചടങ്ങിന് മുന്നോടിയായി 9-ാം വാർഡ് കുടുംബശ്രീ പ്രവർത്തകർ വിളംബര ജാഥയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.